അതെ, അത് ഞാനാണ്. ഞാൻ തന്നെയാണ്. യാതൊരു സംശയവും വേണ്ട. അല്ല, ഞാനൊരു പ്രൊഡ്യൂസർ മാത്രമല്ല, അഡ്വക്കേറ്റും കൂടിയാണ്. അതിലെല്ലാം ഉപരി ഒരു തല്ലിപ്പൊള്ളിയാണെന്ന് താൻ അവനോട് പറഞ്ഞേക്ക്. ഓക്കെ, നിങ്ങളുടെ കഥ കൊള്ളാം. നമുക്കത് സിനിമയാക്കാം. ഒന്നുമല്ലെങ്കിലും എന്റെ കാല് ശരിയാക്കിയത് ഇയാളുടെ ഡോഗല്ലേ? അതിനെ പരിശീലിപ്പിച്ചത് ഇയാളാണല്ലേ? ഒരു കാര്യമില്ലെങ്കിലും തനിക്ക് ഇരിക്കട്ടെ ഒരു കൈ. അതുകൊണ്ട് എന്തായാലും ഈ സിനിമ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. പിന്നെ അനിമൽ ബോർഡിൽ രജിസ്റ്റർ ചെയ്യണം. ട്രെയിനറായി താനും ഡോഗിന്റെ ഫോട്ടോയും ഡീറ്റെയിൽസും ഒക്കെ കൊടുത്ത് അതിനെ രജിസ്റ്റർ ചെയ്യണം. അത് ചെയ്യാം. പിന്നെ ഒരു ചെറിയ കാര്യം, ഈ സിനിമ നിർമ്മിക്കാനുള്ള കാശ് എന്റെ കയ്യിലില്ല. എന്താടാ പിന്നെ? അല്ല, എന്തെങ്ങനെയൊക്കെ പറയണേ? പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം? ദേ, ഈ മാലയുടെ പകുതി ഭാഗം സ്വർണം പൂശാനുള്ള നയാ പൈസ എന്റെ കയ്യിലില്ല. ഒരു 30 ലക്ഷം രൂപയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ ആരെയെങ്കിലും നിങ്ങൾ കണ്ടെത്തണം. ബാക്കി സാറ്റലൈറ്റ്, ഓവർസീസ്, ഇന്ത്യൻ വീഡിയോ അങ്ങനെയുള്ള ബിസിനസ് ഒക്കെ ഞാൻ ചെയ്തു തരാം. അല്ല, ഞങ്ങൾ ഈ 30 ലക്ഷം. നിങ്ങൾ റിസ്ക് എടുക്കണം മിസ്റ്റർ. ഒരുപാട് പരിശീലനം കിട്ടിയ പട്ടിയല്ലേ ഇയാള്? അല്ല, ഞാനല്ല, നിങ്ങളുടേത്. അത് ക്ലിക്കായാൽ നിങ്ങളുടെ തലവരയെ മാറും. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. 3 ചായ. ചായൊന്നും വേണ്ട. വേണമെന്ന് പറഞ്ഞാൽ ഇവിടെ കൊണ്ടുതരാൻ ആരുമില്ല. പിന്നെ ഒരു ഓഫീസ് ആവുമ്പോ അതിന്റെ ഒക്കെ ആയിട്ടുള്ള ഒരു സെറ്റപ്പ് വേണ്ട. നിങ്ങൾ ഇരിക്കിരിക്കെ, ഞാൻ വന്നോളാം. ഇവളെ ഫിലിം സ്റ്റാർ ആക്കാൻ വേണ്ടിയല്ലേ? അതിനുള്ള പണം ഞാൻ തരാം. മിസ് കാർത്തിക, ബാങ്കിൽ ഇപ്പൊ എത്ര ഉണ്ടാവും? ബാങ്കിലൊന്നും കിടപ്പില്ല. ഈ വീട് വേണമെങ്കിൽ പണയപ്പെടുത്താം. എന്നിട്ട് തിരിച്ചടയ്ക്കാൻ പറ്റിയില്ലെങ്കിലോ? തിരിച്ചടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്കിത് വിൽക്കാം. എന്റെ അമ്മേ, ഒരാളുടെ കുടുംബം തൊലച്ചിട്ട് പടമെടുക്കാൻ ഞാനില്ല. നീ ഇല്ലെങ്കിൽ പോടാ. ഒരു മൃഗത്തിന് വേണ്ടി ഇങ്ങനൊരു തീരുമാനം എടുത്ത ഈ ധീരവനിതയ്ക്കൊപ്പം ഞാനുണ്ട്. നമുക്ക് വിൽക്കാൻ കൊച്ചെ പറ്റിയൊരു പാർട്ടിയുണ്ട്. ഞാൻ നാളെ തന്നെ കൊണ്ടുവരട്ടെ. നീ ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാവേണ്ട സംസാരിക്കണേ. അവളെന്തെങ്കിലും വട്ട് പറഞ്ഞു കരുതിട്ട്? വെറുതെ വട്ട് പറഞ്ഞൊന്നുമല്ല. ഈ വീട്ടിൽ താമസിക്കാൻ എനിക്ക് ധൈര്യമില്ല. ചേട്ടൻ മണം പിടിച്ചെപ്പോഴും നടപ്പുണ്ട്. ഞങ്ങളെപ്പോലുള്ളവരെ സംരക്ഷിക്കുന്ന സ്ഥലങ്ങളില്ലേ, അതിലേതിലെങ്കിലും അഭയം തേടാനാ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അവിടെയാവുമ്പോ എനിക്ക് പേടിക്കാതെ ഉറങ്ങാനെങ്കിലും സാധിക്കും. അവിടെ പോയി ഒതുങ്ങുന്നതിന് മുൻപ് ഒരടിച്ചുപൊളി. എനിക്ക് വേണ്ടിയും നമ്മുടെ ഡയനയ്ക്ക് വേണ്ടിയും എതിർത്തൊന്നും പറയാതെ എല്ലാവരും ഇതിന് സമ്മതിക്കണം. ഒന്നാം കക്ഷിയിലെ കൺഗ്രാജുലേഷൻസ്. പേടിക്കണ്ട, മഷി അഴിക്കാനുള്ള സംവിധാനം ഇവിടെ തന്നെ ഉണ്ട്. കൈ കാണിക്കും. ആ തുണിയുടെ കളർ കണ്ടാൽ അറിയാം ഇയാൾ ഇതുപോലെ ഒരുപാട് പേരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ചുമ്മാ മുറുമുറുക്കല്ലേ. ഒരു നല്ല കാര്യം നടക്കണമെങ്കിൽ ഇതുപോലെ ചില ത്യാഗങ്ങളൊക്കെ സഹിക്കേണ്ടി വരും. ഇരിക്കും. എല്ലാം ഓക്കെ അല്ലേ? ഡബിൾ ഓക്കെ. മോനെ പീറ്ററെ, ഇന്ന് മുതൽ ആക്ഷനും കട്ടും പറയാൻ തയ്യാറായിക്കോളൂ. ഇപ്പൊ നമ്മുടെ ഡയാന ഒരു ചുമന്ന റോസാപ്പൂ കടിച്ചു പിടിച്ച് പതുക്കെ പതുക്കെ ആ ബെഞ്ചിലിരിക്കുന്ന പെൺകുട്ടിക്ക് കൊണ്ടുകൊടുക്കുന്നു. അതാണ് ഫസ്റ്റ് ഷോ. എല്ലാം ഞാൻ ആദ്യം കാണിച്ചു, എന്നാലും അവള് ചെയ്യുള്ളൂ. അവൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുള്ളൂ. മുള്ളാണെന്ന് റോസമിലാണ് മുള്ളു വെച്ചത്. മുള്ളിപ്പോയി ഞാനിപ്പോ. പട്ടിയേക്കാൾ ഇവനെ വെച്ചങ്ങ് ജയിച്ചാ മതിയായിരുന്നു. എക്സ്ക്യൂസ് മീ, അവൻ ടച്ച് ചെയ്തൊന്നുമില്ലല്ലോ? ഇല്ല. ആക്ച്വലി ഡോഗിനെ കഥ തന്തുവാണ് പറഞ്ഞു കൊടുക്കേണ്ടത്, അല്ലാതെ തന്തയ്ക്ക് വിളിക്കല്ല ചെയ്യേണ്ടത്. എന്താ സംഭവമൊക്കെ ഗംഭീരം തന്നെ, പക്ഷെ ഫണ്ടൊക്കെ തീർന്നു. ഇനി കുറച്ച് ചുരുക്കി എടുക്കേണ്ടി വരും. ബാക്കിയുള്ള ഷൂട്ടിംഗ് ഇതേപോലെ തന്നെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകണം. താങ്ക് യു. അങ്ങനെ നോ കോംപ്രമൈസ് ആണെങ്കിൽ നല്ല രീതിയിൽ ഷൂട്ടിംഗ് പൂർത്തിയാക്കാൻ ഒരു മാർഗമുണ്ട്. എന്താണ് മാർഗം? അതൊക്കെ മറന്നേക്ക്. Action.
വിളിക്കണം. ഇതെന്തോടെ വിളപ്പിൽ സാലേ? എന്താ ഇത്ര ബഹളം? ആരെങ്കിലും തല്ലിയോ? ഏ? അവള് ഒറ്റ ടേക്കില് ഓക്കെ ആക്കി. അതിനെന്തിനാ കരയുന്നേ? ആനന്ദാശ്രു അതാരാ? എന്റെ അമ്മായിയുടെ മോന ഷൂട്ടിംഗ് കാണാൻ വന്നതാ. അത് ബ്രെയിൽ ലിപിയിൽ എഴുതിയിട്ടുള്ള ഈ ബ്ലൈൻഡ്സിന് വായിക്കാൻ വേണ്ടി. അതിന്റെ അർത്ഥം എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ? ഓക്കെ സർ. കണ്ണ് കാണില്ലെങ്കിൽ നിനക്ക് സ്നേഹം കാണാൻ കഴിയും, എല്ലാം കാണാൻ കഴിയുന്ന എനിക്ക്. പക്ഷെ നീ ഇല്ലെങ്കിൽ മറ്റൊന്നും കാണാൻ കഴിയില്ല. ഐ ലവ് യു, ഐ ലവ് യു. എന്താ? ഈ ചിത്രം എനിക്കൊരു ബ്രേക്ക് ആവുമെന്ന് പറഞ്ഞത്. ഇവൻ എന്തെടുക്ക അവിടെ? അതെ, പശ തേച്ചത് മതി. അയ്യേ പശയിലും പിസ്കോ പിശുക്കും പശ എടുക്കും. ഉള്ള മൈദ അല്ല ഇപ്പൊ എടുത്ത് കലക്കിയാൽ രാത്രി പൊറോട്ട അടിക്കാം. പിന്നെ ആരുടെ മൈദ വെച്ച് അടിക്കും? കെട്ടണ്ടേ എന്ന് പറഞ്ഞാൽ ഇത് 1 മാസം കഴിഞ്ഞിട്ടല്ല റിലീസ്, നാളെയാണ്. ഇത് കണ്ടോ, എന്റെ പേര് വളരെ ചെറുതായി പോയി. പേരൊരു ഇത്രയെങ്കിലും. ഓ എടാ, ആദ്യം നീ ഒന്ന് ഇത്ര ആകട്ടെ. കാശ് മുടക്കിയത് കാർത്തിക്, അവളുടെ പേരില്ല, നിങ്ങളുടെ പേര് മാത്രമേ. കാശ് മുടക്കിയത് അവളായിരിക്കും, പക്ഷെ അത് ചെലവാക്കിയത് ഞാന്. അതല്ലേ എന്റെ പേര് പ്രൊഡ്യൂസറായി വെച്ചത്. പിന്നെ അവളുടെ പേര് വെച്ചാലും കാര്യമില്ലല്ലോ, അവൾക്ക് കാണാൻ പറ്റില്ലല്ലോ, ബ്ലൈൻഡ് അല്ലേ. അയ്യോ. ഹലോ. മനുഷ്യൻ ഇന്ന് ടെൻഷൻ അടിച്ച് ചാകും. ഇപ്പൊ ഷോ കഴിഞ്ഞിണ്ടാവില്ലേ? പിന്നെ എന്താന്ന് അറിയണമെങ്കിൽ അയാളൊന്ന് താഴോട്ടിറങ്ങി വരണ്ടേ? അതിനിപ്പോ എന്ത് ചെയ്യാൻ? ഇതിന്റെ ഇടയിലായി പോയി. ഞാൻ ഇതിൽ നിന്ന് എങ്ങനെങ്കിലും ഒന്ന് ഊരിക്കോട്ടെ. കാശ് പോയടാ. പ്രിൻസേ, പെറ്റ്കെയർ കൈവിട്ട് പോയ സ്ഥിതിക്ക് എനിക്കൊരു ബോർഡ് എഴുതി തരണം. സഞ്ചരിക്കുന്ന മൃഗ ഡോക്ടർ, കഴുത്തിൽ കെട്ടി തൂക്കാനാ. എന്നിട്ട് അതിൽ ഞാൻ ദേ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്ന ഒരു ഫോട്ടോയും വേണം. ഓ, ടെൻഷൻ അടിക്കൊന്നും വേണ്ട മുത്തു, എല്ലാം നന്നായിട്ട് നടക്കും. അങ്ങനെ സംഭവിച്ചോ? ഞാൻ ദാ വരുന്നു. ഏയ് അയാള് വരുന്നുണ്ട്. എവിടെ? ഓ, ഉടനെ എത്താം. എല്ലാം തകർന്നു എന്ന് തോന്നുന്നു. അതെ, ആ, എന്തായി? അതായത് ആ, ഒരു മിനിറ്റ്. ഓ, വണ്ടി എടുക്ക്. ഓ, എന്ത് അനുസരണ, ഇടി വച്ചേരും ഞാൻ. വിട്ടോ. എന്താ എന്തു പറഞ്ഞോടാ? അയാൾ എന്താ പറഞ്ഞെന്ന്? ഒന്നും പറഞ്ഞില്ല, പക്ഷെ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. കുഴപ്പങ്ങളുണ്ട്. അയ്യോ. ഹലോ. എടാ, ഏയ്യോ വവ്വൽസ് പറഞ്ഞ് കളിക്കാതെ നീ എങ്കിലും ഒന്ന് കാര്യം പറയടാ. I see you. ഓ, you see me? എടാ പീറ്റർ ഐസിയുലാണ്. എന്താ പറ്റിയത്? ഒരു മനുഷ്യന് താങ്ങാൻ പറ്റുന്നതിന് ഒരു അതിരില്ലേ? ഒരു സിനിമ മോശമോ ഇത്രയും പ്രശ്നമാകൂ? മോശമായിരുന്നെങ്കിൽ അവൻ പ്രൊഡ്യൂസറേയും ക്യാമറാമാനും തെറിയും പറഞ്ഞ് പയറ് പോലെ നടന്നേനെ. ഇത് പടം മെഗാ ഹിറ്റല്ലേ? ശരിക്കും? ആ, ഈശ്വരാ, പടം ഹിറ്റാണെന്ന് അറിഞ്ഞപ്പോ തന്നെ ഇവനൊന്ന് ആടി നിൽക്കുമായിരുന്നു. ആ. അപ്പോഴാ ഏതോ ഒരു കാലൻ ഈ സിനിമ ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്യണമെന്നും അത് ഇവൻ തന്നെ ഡയറക്റ്റ് ചെയ്യണമെന്നും വിളിച്ചു പറഞ്ഞത്. പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല, കുഴഞ്ഞു വീണുപോയവൻ. ഹിറ്റ് മേക്കറായ അന്ന് തന്നെ പേസ് മേക്കർ വെക്കേണ്ട അവസ്ഥ വന്നു എന്നാ തോന്നുന്നേ. പാവം, രക്ഷപ്പെട്ടല്ലോ. അതെ, ഇവൻ മാത്രമല്ല, നീയും രക്ഷപ്പെട്ടു. എന്താ? അവർക്ക് ഇതേ നായ തന്നെ വേണമെന്ന്. അതിനെ ഇവൻ അഭിനയിപ്പിച്ചത് കൊണ്ടാ ഇവനെ തന്നെ ഡയറക്ടറായിട്ട് വിളിച്ചത്. ഇനി നീ നോക്കിക്കോ മോനെ, സകല ഭാഷകളിലും ഡയാനയ്ക്ക് അവസരം കിട്ടും. ഒന്നാഞ്ഞു പിടിച്ചാൽ ഇതോടെ നിന്റെ ജീവിതവും ഒരു ഹിറ്റാക്കി മാറ്റാം. ദൈവമേ, മുത്തു, സ്രാവു, കാറു അല്ല കാർത്തു. സന്തോഷം കൊണ്ട് ഞങ്ങള് കെട്ടിപ്പിടിക്കായിരുന്നു. അതിന് ചുമ്മാ ഇങ്ങോട്ട് വന്നതാ, അതെങ്ങനെയാന്ന് കാണിക്കാതെ പറയാൻ. നായ്ക്കാവലൻ, കുത്താവാല, പട്ടിക്കാരൻ, ഡോഗ് മാസ്റ്റർ, അങ്ങനെ പല പേരുകളും പല ഭാഷകളും താണ്ടി ഒടുവിൽ ഞങ്ങൾ വലിയൊരു പ്രോജക്റ്റിലെത്തി. ഹിന്ദിയിലും സൗത്ത് ഇന്ത്യയിലെ മറ്റു പല ഭാഷകളിലും അണിയിച്ചൊരുക്കുന്ന ഒരു 3D